പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഗുണദോഷിക്കാൻ കോൺഗ്രസിൽ ആർക്കാണ് ധൈര്യമെന്ന് ചോദിക്കുന്നതും പൂച്ചക്കേരെ മണികെട്ടുമെന്ന് പണ്ടാരുണ്ടോ ചോദിച്ചതും ഒരുപോലെ തന്നെയാണ്. ഇൻ ദി വേക്ക് ഓഫ് ക്രൈസിസ് ദി നീഡ് ഓഫ് ബൈ പാർട്ടിസൺഷിപ്പ് എന്ന പേരിൽ ഹിന്ദു പത്രത്തിൽ ശശി തരൂർ ലേഖനം എഴുതിയത് പക്ഷേ രാഹുൽ ഗാന്ധിയെ ഉദ്ദേശിച്ചാണ്, രാഹുലിനെ തന്നെയാണ്. ദേശീയ താല്പര്യത്തിന് മുകളിൽ പരുന്തുപോലും പറക്കില്ല, അപ്പോൾ പിന്നെ പാർട്ടി രാഷ്ട്രീയം എങ്ങനെ സാധ്യമാകുമെന്നാണ് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ചോദിക്കുന്നത്. ഭരണ പ്രതിപക്ഷ പാർട്ടികളെ നയിക്കേണ്ടത് രാഷ്ട്ര താല്പര്യമായിരിക്കണമെന്നും തരൂർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് തൻ്റെ ലേഖനത്തിൽ. ലേഖനത്തിലൂടെ കോൺഗ്രസിൻ്റെ നിലപാടുകൾ തന്നെയാണ് തരൂർ വിമർശിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് രാഹുലിനെ ലക്ഷ്യം വെച്ച് തന്നെയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടുകളുടെ പേരിൽ പാർട്ടികൾ ചേരിതിരിഞ്ഞ് വിമർശിക്കുന്നത് ഈ അവസരത്തിൽ ശരിയല്ല എന്നാണ് തരൂരിൻ്റെ പക്ഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വക്താവായി ഡോക്ടർ ശശി തരൂർ മാറി എന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ ആരോപണം. ഈ ഹിന്ദു പത്രത്തിൽ വന്ന ലേഖനം കൂടിയായപ്പോൾ കാര്യങ്ങൾ കടുക്കുകയാണ്. As India grieves the loss of innocent lives and strengthens its resolve against terror, we must also recognize the critical importance of bipartisanship, both in shaping our response and in ensuring that nation security does not become another theatre for political posturing. ഇതിൽ കൂടുതൽ നല്ലൊരു ഗുണദോഷം ശശി തരൂരിനല്ല, ആർക്കും രാഹുൽ ഗാന്ധിക്ക് കൊടുക്കാനില്ല. ഇത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകും എന്താണെന്ന്. കാരണം ഇതാണ് ലേഖനത്തിൻ്റെ ക്രക്സും. നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ഭരണ പ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ ഐക്യം രൂപപ്പെടേണ്ടത് രാജ്യനന്മയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് തരൂർ പറയുന്നു. കാർഗിൽ യുദ്ധകാലത്തും നരസിംഹറാവുവിൻ്റെ ഭരണകാലത്തും തന്നെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ രാജ്യ താല്പര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന ചരിത്രമുണ്ട്. എന്നാൽ ഇപ്പോഴുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷകാലത്ത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും എതിർക്കുന്ന പ്രതിപക്ഷ പാർട്ടികളും തമ്മിൽ ചേരിതിരിഞ്ഞ് വാദപ്രതിവാദം നടക്കുകയാണ്. ഇതൊട്ടും ആശാസ്യമല്ല. ഭീകരവാദത്തെ ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ട നേരത്ത് വാഗ്വാദങ്ങൾ പാടില്ലെന്നാണ് തരൂർ പറയുന്നത്. ഈ ഓപ്പറേഷൻ സിന്ധുവിനെ ചൊല്ലി സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന ഒട്ടേറെ വിഷയങ്ങൾ കോൺഗ്രസ് ഉയർത്തിയിരുന്നു, ഇപ്പോഴും ഉയർത്തുന്നുണ്ട്. എത്ര റഫേൽ വിമാനങ്ങൾ അതിർത്തിലേക്ക് അയച്ചു, അതിലെത്ര തിരികെ വന്നു, ഏതെങ്കിലും തകർന്നു വീണോ, അതിലെത്ര മിസൈലുകൾ പാകിസ്ഥാനിലേക്ക് തൊടുത്തുവിട്ടു, അതിലെത്ര ലക്ഷ്യം കണ്ടു, എന്താണ് നരേന്ദ്രമോദിയെ ഇത്ര കണ്ട് മിസൈൽ ആക്രമണം നടത്താൻ പ്രകോപിപ്പിച്ചത് തുടങ്ങി രാഹുലിൻ്റെ ഒരു കൊച്ചു കുട്ടിയുടേതുപോലുള്ള സംശയങ്ങൾ എല്ലാം കോൺഗ്രസ് അനുഭാവികളായ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ തന്നെയാണ്. രാഹുൽ ഗാന്ധി അത് ചോദിച്ചു എന്നേ ഉള്ളൂ. മുൻ സൈനിക ഉദ്യോഗസ്ഥർ പറയുന്ന സംശയങ്ങൾ, അവരുടെ അനുമാനങ്ങളൊക്കെ രാഹുൽ ഗാന്ധി ചോദ്യമായി പുറത്ത് ചോദിക്കുന്നു ഓപ്പണായി. ഇന്ത്യ പാക് സംഘർഷത്തിലെ വെടിനിർത്തലിന് അമേരിക്ക ഇടപെട്ടു എന്നതിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷ കക്ഷികൾ അങ്ങനെ ഏറ്റുമുട്ടുകയാണ് ഇപ്പോഴും. പ്രത്യേകിച്ച് 1971 നിർണായകമായ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ഇന്ദിരാഗാന്ധി അമേരിക്കയെ മാറ്റി നിർത്തി എന്ന സംഭവം അന്നേ കീഴ്വഴക്കമുണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് നരേന്ദ്രമോദിക്കെതിരെ ആക്രമണം തുടങ്ങിയത്. എന്നാൽ 71 സ്ഥിതിയും ഇപ്പോഴത്തെ സംഭവങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന നിലപാടാണ് തരൂർ സ്വീകരിച്ചത്. തരൂരും പാർട്ടിയും ഇടയാൻ കാരണവും ഇതുതന്നെയാണ്. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പാടില്ല, ജനകീയതയേക്കാൾ രാഷ്ട്രതന്ത്രത്തിന് പ്രാധാന്യം നൽകണം. ഇതാണ് തരൂർ തൻ്റെ ലേഖനത്തിൽ എടുത്തു പറയുന്നത്. അതിന് തരൂരിന് പറയാൻ ന്യായവുമുണ്ട്. 94 നരസിംഹറാവുവിൻ്റെ കാലത്ത് ഐക്യരാഷ്ട്രസഭയിൽ നടന്ന കാശ്മീർ ചർച്ചയിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് മറ്റാരുമല്ല, അന്നത്തെ വിദേശകാര്യ പാർലമെൻ്ററി കമ്മിറ്റി ചെയർമാനായ BJP നേതാവ് അടൽ ബിഹാരി വാജ്പേയി എന്ന മുൻ പ്രധാനമന്ത്രിയായിരുന്നു. കോൺഗ്രസിൻ്റെ വിദേശകാര്യമന്ത്രി ആരാണ്? അന്ന് സൽമാൻ ഖുർഷിദ്. അദ്ദേഹമായിരുന്നു ആ പാർലമെൻ്ററി കമ്മിറ്റിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ. പാകിസ്ഥാൻ ഞെട്ടിപ്പോയൊരു നീക്കം. അതിനുശേഷം ഇപ്പോഴാണ് നീക്കം ഉണ്ടാകുന്നത്. ഇതാണ് തരൂർ ചൂണ്ടിക്കാട്ടുന്നത്. പാക് സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെ ആഗോളതലത്തിൽ തുറന്നു കാട്ടുക എന്ന ഉദ്ദേശത്തിൽ കേന്ദ്ര സർക്കാർ വിദേശത്തേക്ക് അയക്കുന്ന പ്രതിനിധി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വെച്ച് തരൂരിനായിരുന്നു. തരൂർ മിക്കവാറും US ചെന്ന് നേരിട്ട് ട്രംപിനോട് വീണ്ടും ഇന്ത്യയുടെ നിലപാടുകൾ വിശദീകരിക്കുമെന്ന് തന്നെയാണ്. അല്ലെങ്കിൽ US വിദേശകാര്യ സെക്രട്ടറിയോട് ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കും എന്നാണ് ഇന്ത്യയുടെ കരുതൽ. പാർട്ടിയോട് ആലോചിക്കാതെ ഈ ചുമതല ഏറ്റെടുത്തതിലുള്ള അസ്വസ്ഥത കോൺഗ്രസ് തരൂരിനെ അറിയിച്ചു. പാർട്ടി നൽകിയ ലിസ്റ്റിന് പുറത്തു നിന്നും തരൂർ ഉൾപ്പെടുത്തിയ കേന്ദ്രത്തിൻ്റെ നീക്കത്തിൽ അതൃപ്തിയും രേഖപ്പെടുത്തി. US പോയി നന്നായി ഇംഗ്ലീഷ് പറയണമെങ്കിൽ തരൂരല്ലാതെ അത് മറ്റാരെ കൊണ്ടും സാധിക്കില്ലെന്ന്
കേന്ദ്രത്തിനറിയാം. ഒടുവിൽ രാജ്യതാൽപര്യം മുൻനിർത്തി കോൺഗ്രസിന് തരൂരിന് അനുമതി നൽകേണ്ടി വന്നു. കേന്ദ്ര സർക്കാരിന് വഴങ്ങേണ്ടി വന്നു. ഇതിനിടയിലാണ് രാജ്യത്തെ പ്രമുഖ പത്രമായ ദി ഹിന്ദുവിൽ തരൂർ ഒരു ലേഖനം എഴുതി ഗുണദോഷിക്കുന്നത് പാർട്ടി ഹൈക്കമാൻഡെ വീണ്ടും ഞെട്ടിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ധുവിൻ്റെ പേരിൽ കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അതിരൂക്ഷമായി വലിച്ചു കീറുമ്പോൾ ഏറ്റവും വലിയ രക്ഷകനായി ഇതാ രംഗത്തെത്തിയിരിക്കുകയാണ് ശശി തരൂർ. ഇതിൽ പ്രതിപക്ഷം മാത്രമല്ല ഭരണപക്ഷവും അത്ഭുതം കൂറുകയാണ്. വേണമെങ്കിൽ അതിനെ ഒരു തരത്തിലുള്ള അസൂയ എന്ന് വേണമെങ്കിൽ പറയാം. തരൂരിൻ്റെ അസാധാരണ നീക്കം പ്രതിപക്ഷ നിരയെ ഒന്നാകെ ദുർബലമാക്കി കഴിഞ്ഞു. ഇന്ത്യ മുന്നണിയിലെ മമതാ ബാനർജി പോലും തൻ്റെ MP-യെ പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമായി വിദേശത്തേക്ക് അയക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തരൂരിൻ്റെ ഈ സർജിക്കൽ സ്ട്രൈക്ക്. പാർലമെന്ററി വിദേശകാര്യ സ്ഥിരം സമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ് ശശി തരൂർ. അപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ടതിൽ. ഓപ്പറേഷൻ സിന്ധുവിനും പ്രധാനമന്ത്രിക്ക് നൽകുന്ന പിന്തുണ, ആ വാക്കുകളെ BJP അതീവ താല്പര്യത്തിലാണ് സ്വീകരിക്കുന്നതും. കഴിഞ്ഞ ദിവസം തരൂർ ഇറങ്ങുന്ന ആ കമ്മിറ്റി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ മൊഴി എടുത്തിരുന്നു. വിദേശകാര്യ തലത്തിൽ ഒരു ആശയവിനിമയവും പാകിസ്ഥാനെതിരെ ആക്രമണം നടന്നിട്ടില്ല. സൈനിക സംഘർഷത്തിൽ വെടിനിർത്തലിനായി ആദ്യം മുന്നോട്ട് വന്നത് പാകിസ്ഥാനാണെന്ന് വ്യക്തമായി വിക്രം മിശ്രി തരൂർ അധ്യക്ഷനായ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുമ്പായി വ്യക്തമാക്കി. അതൊരൽപ്പം ധൈര്യത്തോട് തന്നെയാണ്. കാരണം പ്രതിപക്ഷം എന്ന നിലയിലുള്ള കോൺഗ്രസിൻ്റെ നിലപാടുകളെ നിരായുധരാക്കുന്ന പണിയാണ് ഇപ്പോൾ തരൂർ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ സജീവമാണ്. തരൂർ പ്രതിനിധി സംഘത്തിൻ്റെ പ്രധാന തലവനായി വിദേശത്തേക്ക് പറക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ വിക്രം മിശ്രിക്ക് ധൈര്യമായി പറയാം, ഇതായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിലപാട്, ഇതാണ് ഇന്ത്യയുടെ നിലപാട്, ഇതാണ് താൻ വിദേശകാര്യ സെക്രട്ടറിയായ താൻ വഹിക്കുന്ന വകുപ്പ് അറിഞ്ഞുകൊണ്ട് നടത്തിയ നീക്കങ്ങൾ എന്ന് അദ്ദേഹത്തിന് വളരെ വ്യക്തമായി തരൂരിന് മുമ്പാകെ പറയാം. അതുതന്നെയാണ് വിക്രം മിശ്രി പറഞ്ഞതും. എന്തായാലും തരൂരിൻ്റെ ദി ഹിന്ദുവിലെ ആ ലേഖനം, ഇൻ ദി വേക്ക് ഓഫ് ക്രൈസിസ് ദി നീഡ് ഓഫ് ബൈ പാർട്ടിസൺഷിപ്പ്, അതെന്തുകൊണ്ട് നിർണായകം തന്നെയാണെന്ന് 2-3 തവണ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.